അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രീദേവി ചേച്ചിയുടെ വീട്ടിലാണ്. ശ്രീദേവി ചേച്ചി ഇന്ന് നമുക്ക് എന്ത് ഐറ്റമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് ചോദിച്ചറിയാം. അപ്പോൾ ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഇന്ന് എന്താണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്? ഒരു റൈസ് ഐറ്റം ആണ്, ലെമൺ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുന്നത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഇതാരാണ് എന്ന് സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ ശ്രീദേവി വേണുഗോപാൽ, റെക്സ് കിച്ചൺ എന്നൊരു സംരംഭം ചെയ്യുന്നു, ഫുഡ് ബിസിനസ്. എൻ്റെ ഫേസ്ബുക്ക് പേജാണ് റെക്സ് കിച്ചൺ. അതിൽ നോക്കിയാൽ ഐറ്റംസ് അറിയാൻ പറ്റും. അതുവഴി മെസ്സേജ് ചെയ്താൽ ഓർഡർ പ്ലേസ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് സ്വീറ്റ് ഐറ്റംസ്, സ്നാക്ക് ഐറ്റംസ്, ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, പിക്കിൾസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് സെയിലിന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിപ്പോൾ വെറൈറ്റി ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ തൽക്കാലം ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം നമ്മൾ ഇപ്പോൾ കാറ്ററിങ്ങോ അല്ലെങ്കിൽ ഡെലിവറിയോ ഒന്നും ഇല്ല. ബട്ട് ദെൻ ഞാൻ ഇന്ന് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ രണ്ട് ഐറ്റം ഞാൻ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു. ഇനി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് സെയിൽസ്. അപ്പോൾ ഇതും കൂടെ ഞാൻ കഴിച്ച് നോക്കിയിട്ട് അപ്രൂവൽ കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഓർഡർ കൊടുക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്പർ തന്നേക്കാം, കോൺടാക്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക ഐറ്റംസ് ഒക്കെ. തുടങ്ങിയാലോ? ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ലെമൺ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം മെയിനായിട്ട് റൈസ്, ഇത് പച്ചരി ചോറ് 1 കപ്പ് എടുത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഞാൻ കിച്ചൺ കിങ് ആണ് എടുത്തിരിക്കുന്നത്. പച്ചരി തന്നെ എടുക്കണം, ചെമ്പാരി പറ്റില്ല. പിന്നെ നമുക്ക് നാരങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ കടുകുണ്ട്, വറ്റൽമുളകുണ്ട്, കടലപ്പരിപ്പുണ്ട്, കപ്പലണ്ടിയുണ്ട്, കരിയപ്പല, ഉപ്പ്, മഞ്ഞൾ, ഇതൊക്കെയാണ് ആവശ്യമായ ഐറ്റംസ്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഒരു 6 സ്പൂണ് ഓയിൽ ഒഴിക്കാം. ഇത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയെ ടേസ്റ്റ് കാണത്തുള്ളൂ, വെളിച്ചെണ്ണയല്ല. ഓക്കെ, കൂടുതലും ബ്രാഹ്മൺസ് ഒക്കെ വിശേഷങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ലെമൺ റൈസ് എന്ന് പറയുന്നത്. 18ാം പെരുക്കിനൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റം അല്ലേ? അല്ലാണ്ടും ഉണ്ടാക്കാറുണ്ട്, എന്നാലും 18ാം പെരുക്കിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഹ്മൺസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു 6 സ്പൂണോളം മതി. ഞാനിത് ചെറിയ സ്പൂണായതുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് കടുകും മുളകും ഒന്നിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക്, വറ്റൽ മുളക് 2 എണ്ണം ചെറുതായി പീസാക്കി വെച്ചിട്ടുണ്ട്, അതങ്ങിടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് ഒരു 1/2 സ്പൂണ് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് ലെമൺ റൈസിൽ കുറച്ച് കടിക്കാൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം. 1 സ്പൂണും കൂടി. സ്കൂൾ ഗോയിങ് കിഡ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് ഓരോ ദിവസം ഓരോ ടൈപ്പ് ഓഫ് റൈസ് ഒക്കെ കൊടുത്തു വിടാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൈസ് എല്ലാം ബ്രാഹ്മൺ സ്റ്റൈലിൽ ഒരുപാട് ഐറ്റം ഉണ്ട് അല്ലേ? പുളിയോദര, ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ്, കേർഡ് റൈസ്, വേറെന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഒരു നെയ്ച്ചോറ് കാണിച്ചു. നെയ്ച്ചോറ്, കേർഡ് റൈസ്, ലെമൺ റൈസ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1-2 days prior ആയിട്ടാണ് ഓർഡർ കൊടുക്കേണ്ടത്. അതൊന്ന് മൂത്ത് വന്നു അല്ലേ? ഇനി അതിലേക്ക് എന്താ ആഡ് ചെയ്യണ്ടേ? അതിലേക്ക് ഇനി നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കപ്പലണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. അഗൈൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ കൂടുതലും ഇടുന്നത്. അതെ, കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ലഞ്ച് മീൽസ് കൊണ്ടുപോകാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ പരീക്ഷിച്ചോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കറിയുടെയോ സൈഡ് ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലെയിൻ റൈസ് ആയിട്ട് കഴിക്കാം. അതെ, പപ്പടോ ജസ്റ്റ് പിക്കിളോ സാലഡോ എല്ലാം വെച്ച് കഴിക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നല്ലൊരു ബ്രൗൺ കളറാണ്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും നമ്മളുടെ ചില്ലിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താ ആഡ് ചെയ്യണേ? ഇനി കരിയപ്പല, ഒരു പിടി കരിയപ്പല ചെറുതായിട്ട് പീസാക്കിയിട്ട് കഷ്ണമാക്കിയിട്ടിരിക്കുന്നത്, അതും കൂടി ഇടാം. ഇതിപ്പോൾ ആൻറ്റിയുടെ റെസിപ്പി അല്ലേ? അതെ, ആൻറ്റി പറഞ്ഞ റെസിപ്പിയാണ്. അതൊരു 2 സെക്കൻഡ് ഫ്രൈ ആകുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അച്ഛൻ്റെ അമ്മയുടെയും ഡീറ്റെയിൽസും ഒക്കെ കൂടെ ഒന്ന് പറഞ്ഞേ. അച്ഛൻ്റെ അമ്മയുടെയും പേരും. ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യണേ, രണ്ടുപേരും ബാങ്കിലായിരുന്നു. അച്ഛൻ കാനറ ബാങ്കിലായിരുന്നു, അമ്മ SBTയിലായിരുന്നു. രണ്ടുപേരും റിട്ടയറായി. അച്ഛൻ്റെ പേര് വേണുഗോപാൽ, അമ്മയുടെ പേര് പത്മാവതി. ഒരു ബ്രദറുണ്ട്, കോളാറിലാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അവിടെ ഫാമിലി ആയിട്ട് സെറ്റിലായിട്ട്.
ഒരു കുഞ്ഞുണ്ട്, വാവയാണോ? അതെ, 2 കുഞ്ഞുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. കരിവേപ്പില ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക ഉടനെ. ഇനി ഇത് കുറച്ചൊന്ന് ആറിയിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും നാരങ്ങയും ഉപ്പും നാരങ്ങയും ഇട്ട് കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ഓക്കെ. കുറച്ചൊന്ന് ആറിയിട്ട് ഇട്ട് കൊടുക്കാം. നാരങ്ങ കട്ട് ചെയ്യണ്ടേ, പിഴിഞ്ഞു വെക്കണ്ടേ? നമ്മൾ എടുക്കാൻ നേരം പിഴിഞ്ഞാൽ മതി അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? കട്ട് ചെയ്ത് അതെ, എടുക്കാൻ നേരത്ത് പിഴിഞ്ഞാൽ മതി. ഓക്കെ. ഉപ്പ് ഒരു ആവശ്യത്തിന് ഒരു 3/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. സാധാരണ കറിക്ക് ഇടുന്നതിനെക്കാളും കുറച്ചുകൂടി കൂടുതൽ വേണം, കാരണം ഇതാണ് അതിൻ്റെ മെയിൻ കളറ് വരുന്നത്. പക്ഷെ ഒത്തിരി കൂടുതലും ആവരുത്, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും, മാറും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ലെമൺ പിഴിഞ്ഞു കൊടുക്കുന്നത് കുറച്ച് ആറിയിട്ടേ പിഴിയാവുള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ ഒരു ദിവസം ഇത്ര ഓർഡേഴ്സ് എടുക്കുള്ളൂ, അങ്ങനെയൊക്കെ കൗണ്ട് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ എടുക്കും. ഞാനിപ്പോൾ ഞാൻ മാത്രമാണ് ചെയ്യുന്നത്, അങ്ങനെ ആളെയൊന്നും വെച്ച് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും. ഗോയിങ് ഫോർവേഡ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ ആളെയൊക്കെ വച്ച് ഇച്ചിരി കൂടെ ഒന്ന്? അങ്ങനെ ഒരു കാറ്ററിംഗോ ഷോപ്പ് പോലെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. വലിയ നാരങ്ങ ആണെങ്കിൽ അത് മതിയാവും. ഞാനൊരു 1/2 പീസ് കൂടി ഇട്ട് കൊടുക്കും. ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് അല്ലേ? ഹെൽത്തി ആയിട്ട്, വേറെ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ വേറെ കളറോ ഒന്നും അതിലേക്ക് പോകുന്നില്ല. അപ്പം അത് കാരണം തന്നെ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി മെയിൻ ഐറ്റം റൈസ് ഇട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായൊരു ഡിഷാണ്. റൈസ് കുക്ക് ചെയ്ത് വെച്ചാൽ 5 മിനിറ്റിൽ ചെയ്ത് തീർക്കാം. ഇത് കെട്ട് പോലെ വീഴാണ്ട് മെല്ലെ മെല്ലെ ഇത് കട്ടായിട്ട് വരുത്, നല്ല പൊടിച്ച് ഇട്ട് കൊടുക്കണം. ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പച്ചരി അരി വേവിച്ചതിന് ഉടനെ എടുത്തിട്ട് കൊടുക്കരുത്. ഒരു 2-3 മണിക്കൂർ വെച്ച് ആറിക്കഴിഞ്ഞിട്ടേ, നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ടേ ഇത് ലെമൺ റൈസ് ഉണ്ടാക്കാവുള്ളൂ. ഓക്കെ. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടോ? ഇല്ല, ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് കളർ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പക്ഷെ അധികം ആവരുത്, ടേസ്റ്റ് മാറും. ഓക്കെ. അപ്പം നമ്മുടെ റൈസ് സെറ്റാണ്. അതെ അതെ. ഓക്കെ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതെ, എന്നും ലഞ്ച് മീൽസ് കഴിച്ച് ഒരു മടുത്തിരിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് രാവിലെ അമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ ഒരു ഐറ്റമാണ്. ചോറിന് അത്രയും കറിയൊക്കെ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് സാലഡും പപ്പടവും എന്തെങ്കിലും അതുപോലും ആക്ച്വലി വേണമെന്നില്ല, വെറുതെ കഴിക്കാം. പപ്പടം മാത്രമായാലും മതി. അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ സെർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സെർവ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ റൈസിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈം മാത്രമേ നമ്മൾ ഇതിൽ ശരിക്കും സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇതുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. റൈസും അത്രയും സമയം ഒന്ന് വെച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പം ശരി, എന്തായാലും ഇപ്പം നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഞാൻ അപ്രൂവൽ കൊടുക്കുമ്പോഴത്തേക്കും ഇത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് ചെയ്യട്ടെ. ഫുള്ളായിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി, എൻ്റെ കണക്കനുസരിച്ച് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഉപ്പ് കൂടിയില്ല, ഉപ്പും കൂടെ വേണം എന്നാണ് പറഞ്ഞത്. അതെൻ്റെ കണക്കനുസരിച്ച്. അപ്പം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അനുസരിച്ച് മതിയല്ലോ. അത് നമ്മൾ എടുക്കുന്ന ചോറിനനുസരിച്ച് ഇട്ടാൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല കിള്ളമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും
നമ്മളൊന്നും കൂടെ പറഞ്ഞു കൊടുക്കാം നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം. റെക്സ് കിച്ചൺ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുക, പേജിൻ്റെ ഓർഡേഴ്സ് കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് വഴിയോ പേഴ്സണൽ പേജ് വഴിയോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്പർ നമ്മൾ തരുന്നതാണ്. വലിശാലയാണ് നമ്മളുടെ ലൊക്കേഷൻ. വന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിക്ക് ചെയ്യാം. ഡെലിവറിയും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മുന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് റെക്സ് കിച്ചൺ എന്താണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഫാമിലിയെ പറ്റിയും കൂടെ ഒന്ന് പറയാമോ, ആരൊക്കെ ഉണ്ടെന്നൊക്കെ? വീട്ടില് അച്ഛൻ അമ്മ രണ്ടുപേരും ബാങ്ക് റിട്ടയർഡായി. അച്ഛൻ്റെ പേര് വേണുഗോപാൽ, അമ്മയുടെ പേര് പത്മാവതി. പിന്നെ ഒരു ബ്രദർ, നല്ല കട്ട സപ്പോർട്ടും ആണ്. അതെ, നല്ല സപ്പോർട്ടാണ്. ബ്രദറുണ്ട്. ബ്രദർ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് കോളാറില്. ബ്രദർ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ് അവിടെ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒരു കസിൻ ചേച്ചിയുണ്ട്, ലക്ഷ്മി എന്നാണ് പേര്. ആ ചേച്ചിയും നല്ല സപ്പോർട്ടാണ്. എൻ്റെ ബ്രദറും ചേച്ചിയും ഒക്കെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള എക്വിപ്മെന്റ്സ് എല്ലാം വാങ്ങിച്ചു തരും. അങ്ങനെ നല്ല സപ്പോർട്ടാണ്. ഓക്കെ, അപ്പം ജോലിക്കൊന്നും പോകണ്ട, നമ്മൾ ഓണ്ടർപ്രണർ ആയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട്, കട്ടയ്ക്ക് സപ്പോർട്ട് ആയിട്ട് കൊടുക്കുന്നത്. അവര് കസിൻസ് ഒക്കെ ബാംഗ്ലൂരിലുള്ളവരൊക്കെ ഓർഡർ ചെയ്യും, കൊറിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഔട്ട്സൈഡ് ഓഫ് കേരളയും എല്ലാം കൊറിയർ ഉണ്ട്. ഔട്ട്സൈഡ് ട്രിവാൻഡ്രം കൊറിയർ സർവീസ് ഉണ്ട്. അപ്പം എന്തായാലും ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. അത് കാരണം തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫർദർ പ്ലാൻ ചെയ്ത പോലെ തന്നെ എന്താണ് ഷോപ്പും കാര്യങ്ങളും ഒക്കെ വരട്ടെ, കാറ്ററിങ്ങും ഒക്കെ തുടങ്ങട്ടെ. എന്നിട്ട് ആ വലിയൊരു യൂണിറ്റ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.